വിയറ്റ്നാമിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഹാനോയിലെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഹാനോയ് വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമാണ്. ഒരുപാട് കാഴ്ചകൾ അവിടെ ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യം തന്നെ വാട്ടർ പപ്പറ്റ് ഷോ കാണിക്കാം. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇപ്പോൾ ഹാനോയിൽ കണ്ട കാഴ്ചകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയായിരുന്നു ഈ നീർപ്പാവ കൂത്ത്. പണ്ട് കാലങ്ങളിൽ ഈ വിയറ്റ്നാമിൻ്റെ ഏറ്റവും അധികം അവർക്കുണ്ടായിരുന്ന കൃഷിയിടങ്ങളാണ്. അപ്പം മഴ പെയ്ത് കൃഷിയിടങ്ങളെല്ലാം വെള്ളത്തിലാവുമ്പോഴത്തേക്ക് ഇവരുടെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഈ നീർപ്പാവക്കളി, അതായത് വെള്ളത്തിൽ പാവക്കളികൾ നടത്തുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോം ഇപ്പം നമുക്ക് ഹാനോയിൽ കാണാൻ പറ്റും. അപ്പോൾ അതിന് പ്രത്യേക തിയേറ്ററുണ്ട്. ആ തിയേറ്ററിൽ ചെറിയൊരു നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ ചെറിയ വെള്ളം നിറച്ചിട്ട് അങ്ങനെ കാണിക്കുന്നത്. അപ്പം ഞാൻ 6:30 ആയപ്പോഴത്തേക്ക് ആണ് ഈ ഷോ തുടങ്ങിയത്. അങ്ങനെ അവിടെ പോകുന്നു. നമ്മുടെ ഒരു സിനിമ തിയേറ്റർ പോലെയാണ് ഇരിക്കുക, അതുപോലത്തെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ്. അപ്പോൾ സ്റ്റേജിൻ്റെ അവിടെ ചെറിയൊരു എൻക്ലോഷറിൽ വെള്ളമുണ്ട്. സ്റ്റേജിൻ്റെ 2 സൈഡിലും കുറേ പേരുണ്ട്. അപ്പം അവരാണ് ഈ പാട്ടും അതിൻ്റെ മ്യൂസിക്, പിന്നെ സംഭാഷണം, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഇവരാണ്. അവിടെ ഈ പാവ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ ഇതിനു മുമ്പ് രാജസ്ഥാനിൽ വെച്ചിട്ട് ഈ പപ്പറ്റ് ഷോ കണ്ടിട്ടുണ്ട്, അത് പല സ്ഥലങ്ങളും. പക്ഷേ എങ്ങനെയാണെങ്കിലും നമ്മൾ ഈ പാവയെ കണക്ട് ചെയ്തിരിക്കുന്ന സാധനവും അതൊക്കെ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം ഒരു വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ ഇവർ പാവകളെ, അപ്പം ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുക്കുവനാണ് വരുന്നത്. ഒരു വള്ളത്തിൽ ഒരു മുക്കുവൻ വരുന്നു, എന്നിട്ട് അയാൾ മീൻ പിടിക്കുന്നു. രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനൊക്കെ ഇങ്ങനെ എന്താണ്, സാധാരണ മീൻ ഇങ്ങനെ പോകുന്നില്ല, അതല്ല, ഇങ്ങനെ ചാടി. അപ്പം എങ്ങനെ ഈ ചാടുന്ന ആക്ഷൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നിട്ട് ചാടി മീൻ പോകുന്നു. എന്നിട്ട് ഇയാൾ ഇതിനെ പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇയാൾ അതിനകത്തോട്ട് കമന്ന് വീഴുന്നു. പിന്നെയാണ് രസം. കാരണം നമ്മൾ ഈ വലിയ ആളുകൾ നീന്തുന്ന പോലെ 2 കൈ വിട്ട് അയാൾ നീന്തുവാണ്. അപ്പോൾ ഈ വെള്ളത്തിനകത്ത് ഇയാൾ നീന്തുന്നതൊക്കെ എങ്ങനെയാണ് ഇവർ ആവിഷ്കരിച്ചതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ശരിക്കും ഏറ്റവും അത്ഭുതം തോന്നിയിട്ടുള്ളതാണ് ഈ വാട്ടർ പപ്പറ്റ് ഷോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ പപ്പറ്റ് ഉണ്ടാക്കുന്നത് ഈ അത്തിമരത്തിൽ നിന്നാണെന്നാണ് പറയുന്നത്, അതിൻ്റെ തടി ഉപയോഗിച്ചിട്ട്. കാരണം വെള്ളം വീണാലും അത് കേടാവില്ല എന്നുള്ളതുകൊണ്ട് അത്തിമരത്തിൻ്റെ ഇത് വെച്ചിട്ടാണ്. പിന്നെ കുറേ കളികൾ അവിടെ വെച്ച് കാണാൻ പറ്റി. അതിൻ്റെ തന്നെ ഈ മീൻ ചാടുന്നത്, അതുപോലെ തന്നെ വള്ളം കളി. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഒരു 4-5 വള്ളമുണ്ട്, അതിനകത്ത് കുറേ ഈ പാവകൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ഒരു വള്ളംകളിയുടെ റേസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ വെച്ച്. അത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വാട്ടർ പപ്പറ്റ് ഷോ. വന്ന് വാട്ടർ പപ്പറ്റ് ഷോയും കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ പോയി കിടന്നു. പിറ്റേന്ന് രാവിലെ നമ്മുടെ ഡേ ട്രിപ്പിന് വന്ന ലീയോട് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു. കാരണം അന്ന് എനിക്ക് ആകെ ഒരു ദിവസമേ ഉള്ളൂ ഹാനോയ് കാണാനായിട്ട്. നമുക്ക് ശരിക്കും അവിടെ ഗ്രാബ് എന്ന് പറഞ്ഞ ടാക്സി, ഗ്രാബ് എന്ന് പറഞ്ഞ ബൈക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഓരോ സ്ഥലത്തും നമ്മളിതിനെ ബുക്ക് ചെയ്ത് വന്ന് അങ്ങനെയൊക്കെ പോകാനുള്ള സമയത്തിൻ്റെ ഒരു ഇത് വരും. എനിക്ക് അന്ന് വൈകിട്ട് ഫ്ലൈറ്റാണ് അടുത്ത സിറ്റിയിലോട്ട് പോകാൻ. അപ്പം ഈ ചെറിയൊരു സമയത്തിൽ ഒരുപാട് സാധനങ്ങൾ കാണാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ ലീയോട് പറഞ്ഞിട്ട് ഈ ബൈക്കുമായിട്ട് വന്നു. അപ്പം ഈ ബൈക്ക് ഗൈഡുണ്ട്, അതായത് ഗൈഡ് ബൈക്കുമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ റേറ്റ് സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഒരു ഏകദേശം $35 വരും നമ്മളൊരു ദിവസം ഇങ്ങനെ ഇവരെ എടുത്തു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ലീയുടെ കൂടാണ് ഞാൻ കാഴ്ചകൾ കാണാൻ പോയത്. ആദ്യം പോയത് ഹോച്ചിമിൻ്റെ സ്മൃതി സ്മാരക കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. ശരിക്കും പറഞ്ഞാൽ ഹോച്ചിമിനെ അവിടെ വിയറ്റ്നാമിൽ അറിയപ്പെടുന്നത് അങ്കിൾ ഹോ എന്നുള്ള പേരിലാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് എങ്ങനെയാണോ നമുക്ക് ഗാന്ധിജി, അതുപോലെയാണ് അങ്കിൾ ഹോ അവർക്ക്. കാരണം അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പോരാട്ടത്തിന് ഒരു ദിശ കൊടുത്തത് ഇദ്ദേഹമാണ്. അപ്പോൾ അങ്കിൾ ഹോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1945 ഇവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനമൊക്കെ നടത്തുകയും പിന്നെ ഫ്രഞ്ചുകാർക്കെതിരെ ഒരുപാട് പോരാടി. അങ്ങനെ ഫ്രഞ്ചുകാർ അവസാനം ഇവിടെ വിട്ടുപോകും. പക്ഷെ വിട്ടുപോകുമ്പോഴും അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിയറ്റ്നാമിനെ 2ആയിട്ട് ഭാഗിക്കും, തെക്കും വടക്കുമായിട്ട്. അങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയിട്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ ഈ വടക്കൻ വിയറ്റ്നാമിലായിരുന്നു ഹോച്ചിമിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു ഇതിനെ ഒന്നിപ്പിക്കണം എന്നുള്ളത്. പക്ഷെ അദ്ദേഹം 1969 മരിക്കുന്നവരെ ഇത് ഒന്നിച്ചിട്ടില്ലായിരുന്നു.
1975 വിയറ്റ്നാം ഒന്നിക്കുന്നത്. അപ്പം 69 അദ്ദേഹം മരിച്ചപ്പം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരം കത്തിച്ചതിന് ശേഷം ആ ചാരം വിയറ്റ്നാമിലുടനീളം ഇടണമെന്നുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുയായികൾ അങ്ങനെ ചെയ്തില്ല. അവർക്ക് എന്നും ഇദ്ദേഹത്തെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ അത് എംബാം ചെയ്തിട്ട് ഈ ഹോച്ചിമിൻ്റെ സ്മൃതി മന്ദിരത്തിൽ അദ്ദേഹത്തിൻ്റെ ബോഡി എംബാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരാളുടെ ആഗ്രഹത്തിന് എഗൻസ്റ്റായിട്ട് അദ്ദേഹം അങ്ങനെയല്ലല്ലോ ആഗ്രഹിച്ചത്, എന്നിട്ടിങ്ങനെ ചെയ്തു എന്നുള്ളത് ഒരു മനപ്രയാസം ഉണ്ടായിരുന്നു അത് കാണാൻ പോകുമ്പോൾ. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മനപ്രയാസം മാറി. ഇതൊരു വലിയ ഭയങ്കര സുരക്ഷയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ ക്യാമറ എല്ലാ സാധനങ്ങളും അവർ വാങ്ങി വെക്കും. അതിനുശേഷം നമ്മൾ പോകുമ്പോഴത്തേക്ക് അവിടെ കുറേ ആർമിക്കാർ വലിയ പൂവിൻ്റെ ചെണ്ടൊക്കെ കൊണ്ടുവന്ന് കാണാം. ഭയങ്കര മാർച്ച് ചെയ്തിട്ടൊക്കെ പോകും. ഞാൻ ലിയോട് ചോദിച്ചു, ഇതെന്താ ഇന്ന് പ്രത്യേക ദിവസം വല്ലതും ആണോ? നമ്മളങ്ങനെ ആണല്ലോ, കൃത്യം ആ എന്താ പറയുന്ന ഗാന്ധി ജയന്തിയുടെ അന്ന് അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിലല്ലേ അവിടെ ആഘോഷമൊക്കെ ഉള്ളൂ എന്നുള്ളത്. അപ്പം അദ്ദേഹം പറയാം അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ ഹോ എന്ന് പറയുന്നത്, അങ്കിൾ ഹോ എന്ന് പറയുന്ന അവർക്കൊരു വികാരമാണ്. അപ്പോൾ എല്ലാ ദിവസവും ഏതെങ്കിലുമൊക്കെ ആർമി യൂണിറ്റ് ഇത് സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും വരും. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ മാർച്ച് പാസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണെന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ അകത്ത് കയറി. ഒരു റെഡ് കാർപ്പറ്റൊക്കെ ഇട്ട് ഒരു AC സംഭവമാണ്. അവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വലിയൊരു ഹാളിലോട്ട് നമുക്ക് പ്രവേശനം കിട്ടി. അവിടെ നടുക്ക് ആണ് ഇദ്ദേഹത്തിൻ്റെ ഇത് വെച്ചിരിക്കുന്നത്, ഈ ശരീരം വെച്ചിരിക്കുന്നത്. അപ്പോൾ ചുറ്റും ഗാർഡ്സാണ്, ഭയങ്കര സൈലൻസാണ്. അപ്പം ശരിക്കും നമുക്കുണ്ടല്ലോ ഒരാൾ മരിച്ചു കിടക്കുന്നു എന്ന് തോന്നത്തില്ല, ഒരാൾ നല്ല ഉറക്കത്തിലാണെന്ന് തോന്നും. ആ രീതിയിൽ ഭയങ്കര ശാന്തമായിട്ട് ഒരു പ്രത്യേക ഒരു എനർജിയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നത്. നമുക്കും കൂടെ ആ ഒരു എനർജി പകർന്നു കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വെച്ചിട്ടുള്ളത് കൊണ്ട് ഇവർക്ക് എന്നും ഇദ്ദേഹത്തെ കാണാനും ഇദ്ദേഹത്തോട് പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജി സ്വീകരിക്കാനും പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അനുയായികൾ ഇങ്ങനെ ചെയ്തത്. അപ്പം ആദ്യമുണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് മാറി. ഈ മസോളിയത്തിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു വലിയൊരു പുൽത്തകിടിയുണ്ട്. ഒരു പുൽത്തകിടിയല്ല, 69 പുൽത്തകിടികൾ. ശരിക്കും അവിടെ വെച്ചിട്ടായിരുന്നു 1945 ഹോ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. ഈ 69 പുൽത്തകിടികൾ വെച്ചിരിക്കുന്നതിൻ്റെ ഒരു കാര്യം പറയുന്നത്, അങ്കിൾ ഹോ മരിക്കുന്നത് 69ാമത്തെ വയസ്സിലാണ്. അപ്പോൾ അതിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ തൊട്ടടുത്തായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നൊരു വീട്. അതായത് അദ്ദേഹം കൂടുതൽ കാലം താമസിച്ചത് ഒരു സ്റ്റിൽറ്റ് ഹൗസിലാണ്. സ്റ്റിൽറ്റ് ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുളങ്കമ്പിൽ നിർത്തിയിരിക്കുന്ന വീടിൽ. അപ്പോൾ അത് ആകുന്നത് വരെ അദ്ദേഹം ഒരു മഞ്ഞ കെട്ടിടത്തിലായിരുന്നു. അപ്പം ഫ്രഞ്ച് രീതിയിൽ പണിത ഒരു മഞ്ഞ കെട്ടിടം. അപ്പോൾ ആ കെട്ടിടം കണ്ടു. അവിടെ നമുക്ക് ജനാലയിൽ കൂടി അദ്ദേഹത്തിൻ്റെ മുറി കാണാൻ പറ്റും. വളരെ ലളിതമായിട്ടുള്ളൊരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് അവിടെ തന്നെ കാറുകൾ പ്രദർശനം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ റഷ്യയുമായിട്ട് ഇവർക്ക് ഭയങ്കര കോണ്ടാക്റ്റ് ആയിരുന്നു. അപ്പം റഷ്യൻ സർക്കാർ ഈ അങ്കിൾ ഹോച്ചിമിന് പിന്നെ സമ്മാനിച്ച കാറുകൾ അവിടെ പ്രദർശനത്തിനുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റിൽറ്റ് ഹൗസ്. അദ്ദേഹം ഏറെക്കാലം അവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുളങ്കമ്പിൽ പോലെ നിർത്തിയിരിക്കുന്ന പോലെയാണ് ആ വീട്. അപ്പോൾ താഴത്തെ ഭാഗത്ത് മതിലുകളൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു വലിയ നീളത്തിനുള്ള ഒരു മേശയും കസേരകളും ഉണ്ട്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജനറലും ബാക്കിയുള്ളവരുമായിട്ടൊക്കെയുള്ള കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന ഫോൺ, അദ്ദേഹത്തിൻ്റെ ചാരു കസേര അതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഗാർഡ്സാണ്. ഒന്നും നമുക്ക് അങ്ങോട്ട് കയറാനോ ഒന്നും തൊട്ട് നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എല്ലാ മിലിറ്ററിക്കാരും അവിടെ നിൽക്കുന്നുണ്ട്. തൊട്ട് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇദ്ദേഹം താമസിച്ചിരുന്നത്. ആകെ 2 മുറിയേ ഉള്ളൂ, അതും ചെറിയ 2 മുറി. അതിൽ ഒരു മുറി അദ്ദേഹത്തിൻ്റെ ലൈബ്രറി ആയിരുന്നു, മറ്റൊരു മുറി അദ്ദേഹത്തിൻ്റെ കിടപ്പുമുറി. സിമ്പിളായിട്ടാണ് ആ മനുഷ്യൻ ജീവിച്ചതെന്ന് ഞാൻ അപ്പോൾ ആലോചിച്ചു. എന്നിട്ട് ഇതിൻ്റെ മുമ്പിൽ, ഈ വീടിന് മുമ്പിൽ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ മീൻ വളർത്തുകയും ആ മീൻ തീറ്റ കൊടുക്കുന്നതൊക്കെ അങ്കിൾ ഹോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദമായിരുന്നു. അടുത്ത് ഞങ്ങൾ ഇമ്പീരിയൽ സിറ്റാഡലാണ് കാണാൻ പോയത്. ഇമ്പീരിയൽ സിറ്റാഡലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം 7ാം നൂറ്റാണ്ടിൽ ചൈനീസുകാർ ഉപയോഗിച്ചിരുന്ന ഒരു കെട്ടിടമായിരുന്നു, അല്ലെങ്കിൽ ഒരു കൊട്ടാരമായിരുന്നു. അത് പിന്നീട് പിന്നെ മറ്റേ ലീ തായ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ,
അദ്ദേഹം ഹൊവാലുവിൽ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ അദ്ദേഹം അവിടെ താമസിച്ചു തുടങ്ങി. പിന്നീട് വന്ന രാജാക്കന്മാരെല്ലാം ഇവിടെ താമസിച്ചിരുന്നത്. ഈവൻ ഫ്രഞ്ചുകാർ വരെ ഈ വിയറ്റ്നാം ഭരിച്ചപ്പം അവരും ഇവിടെ നിന്നിട്ടായിരുന്നു അവരുടെ അഡ്മിനിസ്ട്രേഷനൊക്കെ ചെയ്തിരുന്നതൊക്കെ. അപ്പം ഞങ്ങൾ ആ ഇത് കാണാൻ വേണ്ടി പോയി. അവിടെ ഇപ്പോഴും അതിൻ്റെ പുറകിൽ ഖനനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് കിട്ടിയ സാധനങ്ങളിൽ നിന്നാണ് ഈ 7-ാം നൂറ്റാണ്ട് തൊട്ട് ഇത് യൂസിലുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലായത്. പക്ഷേ എന്നെ ഏറ്റവും ആകർഷിച്ചത് ആ ഏരിയയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു D67 എന്നൊരു ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ ഈ ബിൽഡിങ്ങിലായിരുന്നു നമ്മുടെ കോങ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെല്ലാവരും മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ആ യുദ്ധസമയത്ത് ഏറ്റവും കൂടുതൽ ഒരു സ്ഥിരാകേന്ദ്രം എന്ന് പറയാം, അങ്ങനത്തെ ഒരു ബിൽഡിംഗ് ആയിരുന്നു അത്. അപ്പോൾ ഞങ്ങളവിടെ പോകുമ്പോൾ ഈ ജനറൽസൊക്കെ ഇരുന്നതും അവരുടെ പേരുകൾ വരെ വെച്ചിട്ടുള്ള മേശയിൽ ഇവരിയ്ക്കുന്ന അതേ ഓർഡറിൽ അവരുടെ നെയിം ബോർഡുകളൊക്കെ കണ്ടു. ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 60 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ഭിത്തികൾക്കുള്ള വീതി. അപ്പോൾ ഒരു ബോംബ് വീണാലും അത് പൊളിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ ഒരു ഭൂഗർഭ അറയുണ്ടായിരുന്നു. ഈ അറയിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്ന പിന്നെ ടെലിഫോണും അങ്ങനത്തെ കുറേ സൈൻ ലാംഗ്വേജസും ഇവരുടെ സീക്രട്ട് കോഡുകൾ പാസ് ചെയ്തിരുന്ന മെഷീൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റി. മിലിറ്ററി യൂണിഫോം, പിന്നെ ബാൻഡേഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ യുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങൾ ഈ ഭൂഗർഭ അറയിൽ കാണാൻ പറ്റി. അവിടുന്ന് പിന്നെ ഞങ്ങൾ കുറേ മ്യൂസിയംസ് ആയിരുന്നു കാണേണ്ടത്. അപ്പം സ്ത്രീകളുടെ മ്യൂസിയം, അതുപോലെ തന്നെ ഈ ഇവരുടെ അങ്ങനെ കുറേ മ്യൂസിയം അങ്ങനെ. പക്ഷേ ഇതൊന്നും ഒരു വീഡിയോ ആക്കണം എന്നുള്ളൊരു പ്ലാൻ ഇല്ലാതിരുന്നുകൊണ്ട് തന്നെ വീഡിയോസ് എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ട് നമ്മുടെ ഹാനോയ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ യുദ്ധം ശരിക്കും നടന്നിരുന്നത് DMZ എന്ന് പറഞ്ഞ സെൻട്രൽ വിയറ്റ്നാം, അതായത് നമ്മുടെ തെക്കും വടക്കുമായിട്ട് വിയറ്റ്നാമിനെ വിഭജിച്ച ആ ഭാഗത്താണ് യുദ്ധം ഏറ്റവും കൂടുതൽ നടന്നത്. അവിടെ രസകരമായിട്ടുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാമം മൊത്തം ഈ യുദ്ധസമയത്ത് തുരങ്കത്തിലാണ് താമസിച്ചിരുന്നത്, വിൻ മോക്ക് തുരങ്കം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ തുരങ്കത്തിൻ്റെ കഥകളും യുദ്ധത്തിൻ്റെ കഥകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.